അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ എങ്ങനെയാണ് വരുമാനം റവന്യൂ എങ്ങനെയാണ് കണക്കാക്കുന്നത് നമുക്ക് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് റവന്യൂവിന്റെ ചില കൺസെപ്റ്റുകളാണ് അറിയേണ്ടത്. ഒന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ ആണ്, മൊത്തമായിട്ട് കിട്ടുന്ന വരുമാനം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫേം 10 ചോക്ലേറ്റ്സ് ആണ് ഉണ്ടാക്കുന്നതെന്നിരിക്കാം. ഓരോ ചോക്ലേറ്റിന്റെ വില 5 രൂപയാണെങ്കിൽ ഫേമിന് കിട്ടുന്ന ടോട്ടൽ റവന്യൂ എങ്ങനെ നമ്മൾ കണക്കാക്കുക? സ്വാഭാവികമായിട്ടും നമുക്കറിയാം 5 രൂപയാണ്. അപ്പോൾ 5 × 10 ചോക്ലേറ്റ് അല്ലേ? അപ്പോൾ ₹5 × 10 ചോക്ലേറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ 50 കിട്ടി. മൊത്തം വരുമാനം 50 കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റവന്യൂ ഇസ് ഡിഫൈൻഡ് ആസ് ദ പ്രൈസ് ഓഫ് ദ ഗുഡ്, അത് നമുക്ക് പി എന്ന് വിളിക്കാം. പ്രൈസ് ഓഫ് ദ ഗുഡ് പി മൾട്ടിപ്ലൈഡ് ബൈ ദ ഔട്ട്പുട്ട് ക്യൂ അല്ലെ? പ്രൈസിനെ ഔട്ട്പുട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടും. സോ ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു പ്രൈസ് അല്ലെങ്കിൽ പി ഇൻറ്റു ക്യൂ ആണ്. ക്ലിയർ ആണോ? അപ്പോൾ ഒരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു, ടോട്ടൽ റവന്യൂ. ടോട്ടൽ റവന്യൂ ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. ഇനി അങ്ങനെയാണെങ്കിൽ മറ്റു 1-2 കൺസെപ്റ്റുകളോട് നമുക്ക് നോക്കാം. ആവറേജ് റവന്യൂ. ആവറേജ് കാണുന്ന എപ്പോഴും നമുക്കറിയാം ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയാണ് ടോട്ടൽ റവന്യൂ ഫ്രം സെല്ലിംഗ് 10 ചോക്ലേറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ മറ്റൊരു വിധത്തിൽ പറയാണ്, മൊത്തം 10 ചോക്ലേറ്റ് വിൽക്കുന്നതിൽ നിന്ന് കിട്ടുന്ന മൊത്തം വരുമാനം എന്ന് പറയുന്നത് 50 rupees ആണ്. ഹൗ ടു ഫൈൻഡ് ആവറേജ് റവന്യൂ? എങ്ങനെയാണ് ആവറേജ് റവന്യൂ കാണുക? എങ്ങനെയാണ് നമുക്കറിയാം 50 ചോക്ലേറ്റ് 50 രൂപയാണ് കിട്ടിയത് 10 ചോക്ലേറ്റ് വിറ്റപ്പോൾ. അപ്പൊ എങ്ങനെ കിട്ടുക? 50 മൊത്തം കിട്ടിയ വരുമാനം 50 ഡിവൈഡഡ് ബൈ 10 ചോക്ലേറ്റ് ആണ്. 50/10 ഈസ് ഈക്വൽ ടു 5. 5 ആണ് ഒരു ചോക്ലേറ്റിൽ നിന്നുള്ള വരുമാനം അല്ലെ? അപ്പൊ ഒരു ചോക്ലേറ്റിൽ നിന്നുള്ള വരുമാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആവറേജ് റവന്യൂ. സോ ആവറേജ് റവന്യൂ ഈസ് ഡിഫൈൻഡ് ആസ് ടോട്ടൽ റവന്യൂ പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് അല്ലെ? അല്ലെങ്കിൽ റവന്യൂ ഫ്രം എ പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആവറേജ് റവന്യൂ. അപ്പൊ എങ്ങനെയാണ് ആവറേജ് റവന്യൂ ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ? നേരത്തെ നമ്മൾ കണ്ടതാണ് ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഔട്ട്പുട്ട് അല്ലെ? PR/Q. അപ്പോ ഒരു ഔട്ട്പുട്ടിൽ നിന്നുള്ള വരുമാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആവറേജ് റവന്യൂ എന്ന് പറയുന്നത്. ആവറേജ് റവന്യൂ മാർക്കറ്റ് പ്രൈസിന് തുല്യമായിരിക്കും, അല്ലെങ്കിൽ ആവറേജ് റവന്യൂ ഇസ് ഈക്വൽ ടു പ്രൈസ് ആണ്. അതെങ്ങനെയാന്ന് നോക്കിയാൽ നിങ്ങൾ ആവറേജ് റവന്യൂന്റെ ഇക്വേഷൻ എന്താണ്? ഇസ് ഈക്വൽ ടു TR/Q. നമുക്കറിയാമത് ഓൾറെഡി. TR എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നേരത്തെ നോക്കിയ എന്താണ്? P × Q. ശരിയാണല്ലോ? അപ്പൊ നമ്മൾ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതുന്നത് P × Q എന്ന് എഴുതി. P × Q ഡിവൈഡഡ് ബൈ Q. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും Q's ഉണ്ട്, അത് നമ്മൾ കളഞ്ഞു. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? P ആണ്. സോ നമുക്ക് ഇക്വേഷൻ പരമായിട്ട് നമുക്ക് മനസ്സിലായി ആവറേജ് റവന്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? പ്രൈസ് ആണ്. സോ നമ്മൾ 2 കൺസെപ്റ്റ്സ് ഇവിടെ പറഞ്ഞു. ഒന്ന് ടോട്ടൽ റവന്യൂ, മറ്റൊന്ന് ആവറേജ് റവന്യൂ. ഇനി നമ്മൾക്ക് പറയാനുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് മാർജിനൽ റവന്യൂ ആണ്. മാർജിനൽ നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ള ടേം ആണ്. മാർജിനൽ എന്ന് പറഞ്ഞാൽ അഡീഷണൽ. അപ്പോൾ മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ അഡീഷണൽ റവന്യൂ ഫ്രം അഡീഷണൽ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ. റവന്യൂയിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഫോർ എ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് അല്ലെ? ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് റവന്യൂയിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനെയാണ് നമ്മൾ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആ ടേബിൾ നിങ്ങൾ നോക്കിയേ. 10 ഔട്ട്പുട്ട് ആയിരുന്നപ്പോ ടോട്ടൽ റവന്യൂ 50 ആണ്. 11ാമതൊരു ഔട്ട്പുട്ട് വന്നപ്പോ ടോട്ടൽ റവന്യൂ 55 ആയിട്ട് മാറി. അപ്പൊ വ്യത്യാസം എങ്ങനെയാ കണ്ടത് നിങ്ങള്? 55 മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു 55 മൈനസ് 50 ഈസ് ഈക്വൽ ടു 5 എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ കണ്ടെത്തിയത് TR2. രണ്ടാമത്തെ 55 നമുക്ക് TR2 എന്ന് കൊടുക്കുകയാണെങ്കിൽ TR2 മൈനസ് TR1 അല്ലെ? 55 മൈനസ് 50 എന്ന് പറയുന്നതിന് വേണ്ടി നമുക്ക് എന്ത് പറയാം? TR2 മൈനസ് TR1 എന്ന് വേണമെങ്കിൽ പറയാം. ഓൾട്ടർനേറ്റീവ് ഇതല്ലെങ്കിൽ മറ്റൊരിടത്തിലെ ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ കാണുന്നത് MR ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ TR ബൈ ചേഞ്ച് ഇൻ Q
ടോട്ടൽ റവന്യൂവിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വ്യത്യാസം. അതല്ലേ നമ്മൾ പറഞ്ഞത്, ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ ബിക്കോസ് ഓഫ് ചേഞ്ച് ഇൻ ക്യൂ എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം, ഡെൽറ്റ ടി ആർ ബൈ ഡെൽറ്റ ക്യൂ. അപ്പൊ ചേഞ്ച് ഇൻ ടി ആർ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളിപ്പോ എക്സാമ്പിൾ നോക്കിയാൽ നമുക്കറിയാം 55 55 ആകുമ്പോ ചേഞ്ച് ഇൻ ടി ആർ എന്ന് പറയുന്നത് 5 ആണ്. ചേഞ്ച് ഇൻ ക്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ 5/1 is equal to 5. ആൻസർ ഇസ് സെയിം അല്ലെ? നേരത്തെ കിട്ടിയ ആൻസർ ഇപ്പൊ കിട്ടിയ ആൻസറും സെയിം ആണ്. സോ ഓൾട്ടർനേറ്റീവ്ലി ഒന്നല്ലെങ്കിൽ നമുക്ക് TR2 - TR1 എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡെൽറ്റ TR ബൈ ഡെൽറ്റ ക്യൂ എന്ന് ഉപയോഗിക്കാം ടു ഫൈൻഡ് ഔട്ട് മാർജിനൽ റവന്യൂ. സോ നമ്മൾ 3 കൺസെപ്റ്റുകൾ പറഞ്ഞു. ഒന്ന് TR ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ. അതെങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത് പറഞ്ഞു. ഇനി നമുക്ക് ഈ അസൈൻമെന്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ അതോടെ നിങ്ങൾ ഈ കൺസെപ്റ്റ് ക്ലിയർ ആവും. ഫൈൻഡ് ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ ആൻഡ് ഡ്രോ ദ കർവ്സ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞു പ്രൈസ് ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഓരോ അഡീഷണൽ യൂണിറ്റ് സെല്ല് ചെയ്യുമ്പോഴും വിൽക്കുമ്പോഴും സെല്ലർ ചാർജ് ചെയ്യുന്ന പ്രൈസ് വിൽ ബി ദ സെയിം. പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവില്ല. ദർ ഈസ് കോൺസ്റ്റന്റ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഔട്ട്പുട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു 0 1 2 3 4 5 വരെ ഔട്ട്പുട്ടിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു. ബട്ട് ദ പ്രൈസ് റിമെയിൻസ് ദ സെയിം. പ്രൈസ് 5 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റവന്യൂ എങ്ങനെയാണ് കാണുന്നത്? നമ്മള് ടോട്ടൽ റവന്യൂ കാണാൻ എന്താ ചെയ്യേണ്ടത്? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. അപ്പൊ ആദ്യത്തേല് 5 × 0 0 ആണ്. അടുത്തത് 5 × 1 5 കിട്ടി. 5 × 2 10. അങ്ങനെ നമ്മൾ ആ കോളം ഫില്ല് ചെയ്തു. ടോട്ടൽ റവന്യൂ കോളം കംപ്ലീറ്റ് ആയി. ഇനി ആവറേജ് റവന്യൂ കോളത്തിന് എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ റവന്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ടോട്ടൽ റവന്യൂ ബൈ ഔട്ട്പുട്ട്, ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട്. ആദ്യം നമ്മൾ 5/0 അല്ലെ, അത് നമുക്ക് അവിടെ എനി നമ്പർ ഡിവൈഡ് ബൈ 0 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഡാഷ് കൊടുക്കാം. മാത്ത് എറർ എന്നൊക്കെ പറയും, കാണിക്കുമ്പോൾ ഡാഷ് കൊടുക്കാം. അടുത്തത് നമുക്ക് 5/1 is equal to 5, 5/2 10/2 is equal to 5. അങ്ങനെ നമുക്ക് ആ കോളം നമുക്ക് 5 എന്ന് ഫിൽ ആയിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ നേരത്തെ പറഞ്ഞു ആവറേജ് റവന്യൂ പ്രൈസും സെയിം ആയിരിക്കും അല്ലെ? ആവറേജ് റവന്യൂ കോളത്തിൽ നമുക്ക് കിട്ടിക്കുന്നതാണ് 5 തന്നെയാണ്. ദ സെയിം ദാറ്റ് വി ക്യാൻ സീ ഇൻ ദ പ്രൈസ് കോളം ഓൾസോ. സോ ആവറേജ് റവന്യൂ ഈസ് ഈക്വൽ ടു പ്രൈസ്. ഇനി മാർജിനൽ റവന്യൂ എങ്ങനെയാണ് കാണുന്നത്? ഫസ്റ്റ് ടോട്ടൽ റവന്യൂയുടെ മുകളിലേക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് കോളത്തിൽ നമ്മൾ മാർജിനൽ റവന്യൂ ഡാഷ് കൊടുത്തു. അടുത്തത് എങ്ങനെ? TR2 - TR1 5 - 0 is equal to 5. 10 - 5 is equal to 5. TR കോളത്തിലാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. അടുത്തത് 15 - 10 is equal to 5. അങ്ങനെ മൈനസ് ചെയ്ത് TR2 - TR1 3 - TR2 ഇങ്ങനെ ചെയ്തു പോയാൽ നിങ്ങൾക്ക് മാർജിനൽ റവന്യൂ കിട്ടും. മാർജിനൽ റവന്യൂ നമുക്ക് എത്രയായിട്ടാണ് കിട്ടിയത്? 5 ആയിട്ട് തന്നെയാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ സിൻസ് ദ പ്രൈസ് ഈസ് കോൺസ്റ്റന്റ്, പ്രൈസ് അധികം ഔട്ട്പുട്ടുകൾ സെല് ചെയ്യുമ്പോഴും സെയിം പ്രൈസിൽ തന്നെ വിൽക്കുന്നത് കൊണ്ട് ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും പ്രൈസും തുല്യമായിരിക്കും. ഇൻ ദ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ഫേം മാർജിനൽ റവന്യൂ is equal to average revenue is equal to price since the price is constant. പ്രൈസ് കോൺസ്റ്റന്റ് ആയിരിക്കുന്നുള്ളൂ. ആ പ്രൈസ് കോളം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അധികം ഔട്ട്പുട്ടുകൾ വിൽക്കുമ്പോഴും പ്രൈസ് കോളം അല്ലെങ്കിൽ പ്രൈസ് റിമെയിൻസ് ദ സെയിം. സോ നമ്മൾ ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ നമ്മൾ കണ്ടെത്തി. ഇനി നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ടോട്ടൽ റവന്യൂ കർവ് എങ്ങനെയാണ് വരയ്ക്കുക എന്ന് നോക്കാം. ടോട്ടൽ റവന്യൂ കർവ് വരയ്ക്കാൻ നിങ്ങൾ എടുക്കേണ്ട എന്താണ്? നിങ്ങൾക്ക് ആ ടേബിൾ ഇവിടെ കാണാം. ആ ടേബിളിൽ നമ്മൾ ഓൾറെഡി എടുത്ത ടേബിൾ തന്നെയാണ്. അതില് ഔട്ട്പുട്ട് കോളം എടുക്കുക, ടോട്ടൽ റവന്യൂ കോളം എടുക്കുക. എന്ന് വെച്ചാൽ 0 0 1 5 2 10 ഇങ്ങനെയുള്ള ആ കോളം എടുക്കുക. അതിനുശേഷം നമുക്ക് ഓൾറെഡി ഗ്രാഫ് വരയ്ക്കാൻ അറിയാം. Y ആക്സിസിൽ നമ്മൾ ടോട്ടൽ റവന്യൂ എടുക്കുന്നു, X ആക്സിസിൽ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ പോയിന്റ്സ് പ്ലോട്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ കാണുന്നത്. പോയിന്റ്സ് എങ്ങനെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 0 0 ആണ് അല്ലെ? ഔട്ട്പുട്ട് 0 ആയിരിക്കുമ്പോൾ ടോട്ടൽ റവന്യൂ 0 ആണ്. അപ്പൊ 0 സ്റ്റാർട്ട് ചെയ്യുന്നു. 1 5 2 10 3 15 4 20
5.25. ഈ പോയിന്റുകളൊക്കെ നമ്മൾ പ്ലോട്ട് ചെയ്തു. ഇനി അതിനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു കർവ് കിട്ടും. ഈ കർവിനെയാണ് എന്ത് പറയുന്നത്? ടോട്ടൽ റവന്യൂ കർവ് എന്ന് പറയുന്നത്. ഈ ടോട്ടൽ റവന്യൂ കർവിനെ കുറിച്ച് പറയുമ്പോൾ ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ടോട്ടൽ റവന്യൂ കർവ് സ്റ്റാർട്ട്സ് ഫ്രം ഒറിജിൻ. When the output is 0, total revenue of the firm is also 0. That means it starts from origin, അല്ലെങ്കിൽ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്കറിയാം അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ടോട്ടൽ റവന്യൂ കർവ് ഈസ് രണ്ടാമത്തെ കാര്യം വെച്ചാൽ ടോട്ടൽ റവന്യൂ കർവ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതിനുള്ള കാരണം പ്രൈസ് കോൺസ്റ്റന്റ് ആണ്. പ്രൈസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ടോട്ടൽ റവന്യൂ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. മൂന്നാമത്തെ കാര്യം, the slope of total revenue is equal to price. അതെങ്ങനെയാണെന്ന് പറയാം. ടോട്ടൽ റവന്യൂ കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് പ്രൈസ് ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കി, എ എന്ന പോയിന്റ് നോക്കി, അതായത് 0 നിന്ന് എയിലേക്ക് വരുമ്പോൾ ഉള്ള സ്ലോപ്പാണ് നമ്മൾ പറയുന്നത്. എ എന്ന പോയിന്റ് നോക്കി, നിങ്ങൾ എ എന്ന പോയിന്റിൽ സ്ലോപ്പ് കാണാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹൈറ്റ് ബൈ ബേസ് ആണ്. അപ്പോൾ എ എന്ന പോയിന്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹൈറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ എ എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഔട്ട്പുട്ടും 10 ടോട്ടൽ റവന്യൂ വരുന്നത്. 10 എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ ആണ്. 2 നമുക്ക് കോളം നോക്കിയാൽ, ആ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. 2 എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ്, 10 എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് ആ 10 ആണ് അല്ലെ. ഹൈറ്റ് എന്ന് പറയുന്നത് 10 ആണ്. 10 എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ റവന്യൂ ആണ്. ആൻഡ് ബേസ് എന്ന് പറയുന്നത് 2, 0 to 2 ആണ് ബേസ് എന്ന് പറയുന്നത്. 0 to 2 അതെന്ന് പറയുന്നത് എന്താണ്? 2 എന്ന് പറയുന്നത് 0 to 2 എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ 0 to 2 വരെ നമുക്ക് വേണമെങ്കിൽ അവിടെ Q എന്ന് പറയാം. അപ്പോ എ മുതൽ 2 വരെയുള്ള ഡിസ്റ്റൻസ് TR ആണ്. 0 മുതൽ 2 വരെയുള്ള ഡിസ്റ്റൻസ് Q ആണ്. എന്ന് വെച്ചാൽ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു TR by Q എന്ന് പറയാം അല്ലെ. TR by Q ഓൾറെഡി എന്താണ്? TR by Q എന്ന് പറഞ്ഞാൽ AR ആണ്. AR എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയുന്നത് നമ്മൾ പ്രൈസ് ആണെന്ന് പറഞ്ഞു. സോ slope of the total revenue curve is price. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ 2-3 കാര്യങ്ങളാണ് നമ്മൾ ടോട്ടൽ റവന്യൂ കർവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. ടോട്ടൽ റവന്യൂ കർവ് അപ്വേർഡ് സ്ലോപ്പ് ഉള്ളതാണ്. ഇനി നമുക്ക് ആവറേജ് റവന്യൂ കർവും മാർജിനൽ റവന്യൂ കർവും നോക്കാം. നമ്മളപ്പോൾ എടുക്കേണ്ടതാണ്, ഔട്ട്പുട്ട് എടുക്കണം, ആവറേജ് റവന്യൂ കോളവും മാർജിനൽ റവന്യൂ കർവ് എടുക്കണം. ആദ്യം നമുക്ക് ആവറേജ് റവന്യൂ കർവ് വരയ്ക്കാം. അതിന് നമ്മൾ എടുക്കേണ്ടത് ഔട്ട്പുട്ടുകൾ എടുക്കുന്നു, ആവറേജ് റവന്യൂ കർവ് എടുക്കുന്നു. ദാറ്റ് മീൻസ് 0 നമുക്ക് 1.5 എടുക്കുന്നു, 2.5 എടുക്കുന്നു, 3.5 എടുക്കുന്നു, അങ്ങനെ പോയിന്റുകൾ നമുക്ക് മാർക്ക് ചെയ്യുന്നു അല്ലേ. ഇനി നമുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മാർജിനൽ റവന്യൂ അത് നമ്മൾ ജോയിൻ ചെയ്യിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആവറേജ് റവന്യൂ കർവ് കിട്ടി അല്ലെ. അത് പാരലാണ് ഏത് ആക്സിസിന്? എക്സ് ആക്സിസിന് പാരലാണ്. അതേപോലെ തന്നെ അതിന്റെ അതേ പോയിന്റ്സ് തന്നെയാണ് മാർജിനൽ റവന്യൂ വരുന്നത്. എങ്ങനെ? 1.5, 2.5, 3.5, 4.5, 5.5 എന്ന് പറയുന്നത്. വെച്ചാൽ അതേ പോയിന്റുകൾ തന്നെയാണ് മാർജിനൽ റവന്യൂ വേണ്ടത്. രണ്ടും സെയിം ലൈൻ തന്നെയാണ്. ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ. ഏത് ടൈപ്പ് മാർക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത്? പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. ഇവിടെ MR-ഉം AR-ഉം സെയിം ലൈൻ ആയിരിക്കും. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ അറിയേണ്ടത്, AR കർവിനെ നമുക്ക് വിളിക്കാവുന്ന മറ്റൊരു പേരാണ് പ്രൈസ് ലൈൻ. നേരത്തെ പറഞ്ഞ പോലെ AR ഈസ് ഈക്വൽ ടു പ്രൈസ് ആയതുകൊണ്ട് AR കർവിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രൈസ് ലൈൻ. ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ MR ആൻഡ് AR കർവ് ഇസ് ദ സെയിം ബിക്കോസ്, അതിന് കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു? പ്രൈസ് ഈസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ്. പ്രൈസ് വ്യത്യാസമില്ലാത്തതുകൊണ്ടാണ്. ഓരോ അഡീഷണൽ യൂണിറ്റ് വിൽക്കുമ്പോഴും പ്രൈസ് റിമൈൻസ് സെയിം അല്ലെ. ഒരേ പ്രൈസ് ആയതുകൊണ്ടാണ് AR കർവും MR കർവും ഒരേ ലൈൻ ആയിരിക്കുന്നത്, സെയിം ആയിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞത്? പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഡിഫൈനിങ് ഫീച്ചേഴ്സ് പറഞ്ഞു. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ റവന്യൂവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ പ്രധാനപ്പെട്ട 3 കൺസെപ്റ്റുകൾ പറഞ്ഞു. ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ, അതിന്റെ കർവ്. ഈ 3 ടൈപ്പ് കർവ്. ടോപ്പിക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.